സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഹദ്റത്തിൽ ഒരു മനുഷ്യൻ വന്നു. ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കന്മാരാണ് 4 പേര്, 2 മുസ്ലിമും 2 അമുസ്ലിമും. ഒന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ലോകം മുഴുവനും അവരുടെ ഭരണപ്രദേശമാണ്. മറ്റൊന്ന് ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു, ലോകം മുഴുവനും അടക്കി ഭരിച്ച ആളാണ്. എല്ലാ പ്രദേശവും അവരുടെ ഭരണത്തിന് കീഴിലാണ്. നമ്രൂദ് ലോകം മുഴുവനും അടക്കി ഭരിച്ചവരാണ്. ബുഖ്തനസർ ലോകം മുഴുവനും അടക്കി ഭരിച്ചവരാണ്. 2 മുസ്ലിമും 2 അല്ലാത്തവരും. ഈ സുലൈമാൻ നബി ലോകം മുഴുവനും ഭരിക്കുന്ന ആളാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, എനിക്ക് അള്ളാഹു ഒന്നും തന്നിട്ടില്ല, നിങ്ങൾക്കാണെങ്കിൽ വലിയ സമ്പത്ത് അള്ളാഹു തന്നിട്ടുമുണ്ട്. ഈ ഫക്കീറും ദരിദ്രനുമായ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത നിഅമത്ത് കാണാതെ പോകുന്നവനാണ്. ഇയാളെ വന്ന് തഖ്വയിലേക്ക് കൊണ്ടുവരണം. സുലൈമാൻ നബി പറഞ്ഞു, അള്ളാഹു ഒന്നും തന്നിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് ഞാൻ 50,000 സ്വർണ്ണ നാണയം തരാം. ഇത് കേട്ടപ്പോൾ അയാൾ മുഖം സന്തോഷിച്ചു. 50,000 സ്വർണ്ണ നാണയം കിട്ടില്ലേ? 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ചുകൊണ്ട് നീ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, പടച്ചവനേ, ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമെന്ന്. എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ച് നീ തിരിച്ചു പോകുമ്പോ കണ്ണുപൊട്ടനായി പോകേണ്ടി വരും. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഞാൻ അള്ളാന്റെ പ്രവാചകനല്ലേ? അതുകൊണ്ട് 50,000 സ്വർണ്ണ നാണയം പിടിച്ചോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെങ്കിൽ ആ സ്വർണ്ണ നാണയം എനിക്ക് വേണ്ട, എന്റെ കണ്ണ് മതി. ശരി, ഞാൻ അത് ദുആ ചെയ്യുന്നില്ല. എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ച് നീ പോകുമ്പോ നിന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യും. പിടിച്ചോ 50,000 സ്വർണ്ണ നാണയം. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടുമെങ്കിൽ എനിക്കത് വേണ്ട, എന്റെ ചെവി മതി, ഞാൻ അത് ദുആ ചെയ്യുന്നില്ല. സുലൈമാൻ നബി പറയുന്നു, 2 കാലിൽ സുന്ദരമായി എന്റെ മുമ്പിലേക്ക് നടന്നു വന്ന നീ തിരിച്ചു പോകുമ്പോൾ 2 കാലും കുഴഞ്ഞവനായി നീ പോകേണ്ടി വരും. എന്റെ 50,000 സ്വർണ്ണ നാണയം പിടിച്ചോ. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നതെങ്കിൽ ആ സ്വർണ്ണ നാണയം എനിക്ക് വേണ്ട. ഇത്രയും പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല മനുഷ്യ, അള്ളാഹു നിനക്ക് ഒന്നും തന്നിട്ടില്ലെന്നും പറഞ്ഞല്ലേ നീ എന്റെ മുമ്പിൽ വന്നത്? എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം നിന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചില്ല. എന്റെ 50,000 സ്വർണ്ണ നാണയത്തെക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ 50,000 സ്വർണ്ണ നാണയത്തെക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാതിന്റെ കേൾവി നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ 50,000 സ്വർണ്ണ നാണയത്തെക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാലിന്റെ സ്വാധീനം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതാര് തന്നതാണ്? ഈ മനുഷ്യൻ പറയുന്നു, ഇരുളടഞ്ഞ ഹൃദയമായിട്ടാണ് ഞാൻ നിങ്ങളെ ഹദ്റത്തിൽ വന്നത്. ഇപ്പോൾ എന്റെ ഹൃദയത്തിന് പ്രകാശം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുലൈമാൻ നബിയെ, എന്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്തിന്റെ വലിപ്പം ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങൾ എനിക്ക് ഒന്നും തരേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു പോകുന്നു. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ ഒരു വസ്തുവിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ആ വസ്തു ഇല്ലാതെയാകണം. ഓപ്പോസിറ്റ് കൊണ്ടേ ഒരു മനുഷ്യന്റെ ഒരു വസ്തുവിന്റെ ഗുണം മനസ്സിലാക്കാൻ കഴിയൂ. പ്രകാശത്തിന്റെ വലിപ്പം, അതിന്റെ ബഹുമാനവും അനുഗ്രഹവും മനസ്സിലാക്കണമെങ്കിൽ ആ പ്രകാശമില്ലാതെ പോകണം. ഈ ബൾബ് അണഞ്ഞാലേ വെളിച്ചത്തിന്റെ ഗുണം മനസ്സിലാകൂ. കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച തിരിയൂ.
കാത് പോയാലേ കാതിന്റെ ഗുണം മനസ്സിലാകൂ. ഏതൊരു വസ്തുവിന്റെ ഗുണവും അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടേ മനസ്സിലാക്കപ്പെടൂ. ഇത്രയും വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ട് ഈ കണ്ണിനൊരു രോഗം വന്നാൽ അതിനെ ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് നന്ദിയുണ്ട്. ഇത്രയും കാലം ഈ കണ്ണ് തന്ന അല്ലാഹുവിനോട്, ആ ഡോക്ടറോട് കാണിച്ച ഒരു അല്പം നന്ദി റബ്ബിനോട് നമ്മൾ കാണിക്കുന്നില്ല, അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നില്ല. അത്രയും തരം താഴ്ന്നു പോയില്ലേ നമ്മുടെ ജീവിതം. ഹാർട്ട് രോഗം ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് നന്ദിയുണ്ട്. ഇതുവരെ കേടുകൂടാതെ സംരക്ഷിച്ച നാഥനായ റബ്ബിനോട് നമുക്കെന്ത് നന്ദിയാണുള്ളത്? ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ഹാറൂനുർ റഷീദ് ഹാഷിമിയായ ഭരണാധികാരിയാണ്. തന്റെ മകൾ സുബൈദയും ഹാഷിമിയാണ്. ഇത്രയും നല്ല മഹത്വമേറിയ ഒരു ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ വേറെയില്ല. ഭരണാധികാരി ഹാഷിമി കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യയും ഹാഷിമി. ഇസ്ലാമിക ഭരണ ചരിത്രങ്ങളിൽ ആ ഭരണകർത്താക്കളെ ചരിത്രം പരിശോധിച്ചാൽ ഹാറൂനുർ റഷീദിന്റെ ഈ പ്രത്യേകത മറ്റാർക്കുമില്ല. മഹാനായ ഹാറൂനുർ റഷീദ് കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് വാഇദും മുത്തഖിയും സൂഫിയും പണ്ഡിതനുമായ ഇബ്നു സമ്മാക്ക് തങ്ങൾ കടന്നു വന്നു. സദസ്സിന്റെ ഒരു മൂലയിൽ ഇരുന്നു. രാജാവ് പ്രജകളുമായി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തൊരച്ചടക്കമുള്ള സദസ്സ്! രാജാവിന് എന്ത് ആവശ്യമുണ്ടോ തന്റെ പ്രജകൾ ചെന്നുകൊണ്ട് ആ കാര്യം നിർവഹിച്ചു കൊടുക്കുന്നു. പ്രജകളിൽപ്പെട്ട ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാര് തന്നെ, താഴേക്കടയിലുള്ളവരല്ല. രാജാവ് പെട്ടെന്ന് എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയേണ്ട താമസം ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാര് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഈ വെള്ളത്തിന്റെ ഗ്ലാസ് ഹാറൂൻ റഷീദ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്നു സമ്മാക്ക് തങ്ങളങ്ങ് കയറി ചെന്നു. പണ്ഡിതനായ ഇബ്നു സമ്മാക്കിനെ കണ്ട ഹാറൂൻ റഷീദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. കസേര ഇട്ട് കൊടുത്തി. രണ്ടുപേരും കസേരയിൽ ഇരുന്ന് പരസ്പരം സംസാരിക്കുകയാണ്. എന്തൊരു ബഹുമാനമാണ്! പണ്ഡിത വർഗത്തിന് ബഹുമാനം കൽപ്പിച്ച കാലമാണല്ലോ അന്ന് രാജാക്കളാൽ. ഇബ്നു സമ്മാക്ക് തങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട് എന്തൊരു സ്നേഹമാണ് ഈ ജനങ്ങൾക്ക് നിങ്ങളോട്. നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രജകൾ, നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്തു തരാൻ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻപന്തിയിൽ. പക്ഷെ എനിക്കറിയേണ്ടതൊന്നുമല്ല. ഹാറൂൻ, നിങ്ങൾക്കിപ്പോൾ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് ആവശ്യം വന്നപ്പോ നിങ്ങൾ ചോദിക്കേണ്ട താമസം നിങ്ങളെ കയ്യിൽ വെള്ളമെത്തി. നിങ്ങൾ ഇതിന് പ്രതിഫലം കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തെവിടെയും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു എന്ന് സങ്കല്പിക്ക്. സംഭവിക്കാമല്ലോ അങ്ങനെ. മഹാരാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യത്തെ ജനങ്ങൾ രൂക്ഷമായ വരൾച്ച കൊണ്ട് മരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. ആ സാഹചര്യത്തിലാണ് മഹാരാജാവ് വെള്ളമില്ലാതെ വിഷമിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു നാട് മുഴുവനും അറിഞ്ഞു. ഒരു പാവപ്പെട്ട മിസ്കീൻ തന്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന്, മഹാരാജാവ് മരിക്കരുത്, അങ്ങ് ദാഹിച്ചു വലഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു. എന്റെ കയ്യിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ച വെള്ളം രാജാവ് കുടിക്കണമെന്ന് പറഞ്ഞ് ആ വെള്ളം നിങ്ങൾക്ക് സമ്മാനിച്ചാൽ, മഹാരാജാവേ, നിങ്ങൾ ആ വെള്ളം വാങ്ങി കുടിക്കുമോ? തീർച്ചയായും കുടിക്കും. അയാൾ വല്ല പ്രതിഫലവും ചോദിച്ചാലോ? കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂനെ, ആ വെള്ളം ആ ഫക്കീർ തനിക്ക് തരണമെങ്കിൽ ന്യായമായ ഒരു ആവശ്യം അയാൾ നിങ്ങളെ മുമ്പിൽ വെച്ചു. എന്താണ് ആവശ്യം? ഇന്ന് ഹാറൂൻ റഷീദ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ പകുതി ഭരണം എനിക്ക് വിട്ടുതരണം. ആ പകുതിയുടെ രാജാവായി എന്നെ നിയമിക്കണം. ബാക്കി പകുതിയുമായി താങ്കൾ മുമ്പോട്ട് പോയിക്കോ എന്നാണെങ്കിൽ നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂൻ റഷീദ് എന്ത് ചെയ്യും? ആ വെള്ളം വാങ്ങി കുടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? അതല്ല, എന്റെ ഭരണം വിട്ടുതരാനാകില്ലെന്ന് പറഞ്ഞ് മരണത്തെ അഭിമുഖീകരിക്കുമോ? ഹാറൂൻ റഷീദ് പറയുന്നു,
ഞാൻ എന്റെ മരണത്തിൽ തൊട്ട് രക്ഷപ്പെടാൻ ഈ വെള്ളം എനിക്ക് അയാൾ തരണമെങ്കിൽ, ഇങ്ങനെ ഒരു ഡിമാൻഡാണ് വെച്ചതെങ്കിൽ തികച്ചും ഞാൻ ആ ഭരണത്തിന്റെ പകുതി അയാൾക്ക് കൊടുത്ത് അതിന്റെ ഭരണാധിപനായി നിശ്ചയിച്ച് ആ വെള്ളം വാങ്ങി കുടിച്ച് ഞാൻ എന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ബാക്കി പകുതി ഭരണവുമായി മുമ്പോട്ട് പോകും. ശരി, ഇപ്പൊ പകുതിയല്ലേ ഉള്ളൂ? അതെ, പകുതിയേ ഉള്ളൂ. പകുതി ഭരണവുമായി താങ്കൾ പോകുമ്പോ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് വയറ്റിലെത്തി. അല്പസമയം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ചിന്ത മൂത്രിക്കണമെന്ന്. മൂത്രിക്കാൻ വേണ്ടി കക്കൂസിൽ പോയിരുന്ന രാജാവേ മൂത്രം പുറത്തു പോകുന്നില്ല. നോക്കുന്ന സമയം കടച്ചിലും വേദനയുമാണ്, മൂത്രസ്തംഭനമാണ്. ബാത്റൂമിൽ പോയിരുന്നു, കഠിനമായ വേദന കൊണ്ട് രാജാവ് പെടയുന്നു. താനൊരു കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന പരിസരബോധം മറന്ന് പലതും വിളിച്ചു പറയാൻ തുടങ്ങി. ആളുകൾ വന്ന് പിടിച്ചു വെച്ചില്ലെങ്കിൽ ആത്മഹത്യക്കുള്ള ശ്രമമാണ്. വസ്ത്രമൊക്കെ എവിടെയോ ഉരിഞ്ഞു പോയിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ഒരു ഡോക്ടർ വന്നിട്ട്, എന്റെ കയ്യിൽ ഒരു ഡോസ് മരുന്ന്, അതങ്ങ് കഴിച്ചാൽ ആ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തോട്ട് പോകും. ഭാവിയെ കുറിച്ചൊന്നും ഞാൻ പറയില്ല, ഇപ്പോഴുള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാം. ആ മരുന്ന് വാങ്ങി താങ്കൾ കഴിക്കുമോ? മരണം മുന്നിൽ ഉറപ്പിച്ച ഞാൻ ആ മരുന്ന് വാങ്ങി കഴിക്കുമെന്നതിൽ ഒരു സംശയവും. അയാൾ വല്ല പ്രതിഫലവും ചോദിച്ചാലോ കൊടുക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കുമോ? എന്ത് ചോദിച്ചാലും കൊടുക്കും. അയാൾ ചോദിച്ചത്, ഞാൻ എന്റെ ഉപജീവനമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്ന്, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ച ഈ മരുന്ന് മഹാരാജാവിന് വിട്ടുതരണമെങ്കിൽ, ആ മരുന്ന് കഴിച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഈ മരുന്ന് ഞാൻ തരണമെങ്കിൽ ന്യായമായ ഒരു പ്രതിഫലം എനിക്ക് തരണം. എന്താണ് ആ പ്രതിഫലം? ഇന്ന് മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണം മുഴുവനും എനിക്ക് വിട്ടുതരണം. അതിന്റെ ഭരണാധിപനായി എന്നെ നിയമിക്കണം. എന്റെ ഭരണത്തിന് കീഴിൽ ഹാറൂനുർ റഷീദ് ഒരു സാധാരണ പൗരനായി ജീവിക്കണം എന്നാണെങ്കിൽ, ഇമാം സുയൂത്തി തന്റെ താരീഖുൽ ഖുലഫായിൽ പറഞ്ഞു കാണാം ഈ ചരിത്രം. ഹാറൂനുർ റഷീദ് പറഞ്ഞു, ഞാൻ എന്റെ ഭരണം മുഴുവനും വിട്ടുകൊടുത്തുകൊണ്ട് അത് ഞാൻ വാങ്ങി, ആ മരുന്ന് വാങ്ങി കഴിച്ച് ഞാൻ എന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇത്രയും പറഞ്ഞപ്പോൾ ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാറൂനുർ റഷീദ് ഈ വിശാലമായ ഭൗതിക രാഷ്ട്രത്തിന്റെ ഭരണച്ചങ്കോല് കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജകീയ പ്രൗഢി വിളിച്ചറിയിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് താൻ ഒരു കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന ബോധം ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ട്, സർവശക്തനായ റബ്ബിനെ മറക്കണ്ട ഹാറൂനെ, നീയും നിന്റെ ഭരണവുമെല്ലാം കൂടി നീ ഇപ്പോൾ അതിന് കൽപ്പിച്ച വില, ഒരു നിർണായക ഘട്ടത്തിൽ നീ ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകാൻ ഈ ഭൗതിക ലോകം മുഴുവനും നീ വിട്ടുകൊടുത്തെങ്കിൽ, നിന്റെ ജീവിതകാലം എത്രമാത്രം വെള്ളം കുടിച്ചു, നീ എത്ര മൂത്രിച്ചു, നീ എത്ര കുളിച്ചു, എത്ര സുഖിച്ചു, അതിന് പകരമായി നിന്റെ റബ്ബിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ നീ സൂക്ഷിച്ചു വെച്ച മുതലെവിടെയാണ് ഹാറൂനെ എന്ന് ചോദിച്ചപ്പോ, നീതിയും തഖ്വയും അള്ളാഹുവിനെ പേടിയുമുള്ള ഹാറൂൻ ആ കസേരയിൽ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വീണുപോയി. ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന്, ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകുന്നതിന് ഈ ലോകം മുഴുവനും വിട്ടുകൊടുക്കാൻ മനുഷ്യൻ തയ്യാറാവും. ഇത്രയും കാലം വെള്ളം കുടിച്ചതിന്, കുടിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എന്താണുള്ളത്? മൂത്രിച്ചത് സുഖമായി പുറത്തു പോന്നാൽ ഒരു നന്ദി വാക്ക് പറയാൻ നമ്മൾ തയ്യാറാണോ? കക്കൂസിൽ പ്രവേശിക്കുമ്പോ ഒരു ദിക്ർ സുന്നത്തും, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിസ്. കക്കൂസിൽ നിന്ന് പുറത്തു പോരുമ്പോൾ ഒരു ദിക്റുണ്ട്, ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്താ അതിന്റെ അർത്ഥം? സുഖമായി മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്തു തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി, നിനക്കാണ് സർവസ്തുതിയും. ഒരു നന്ദി വാക്ക് പറയാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ട് ഈ ദിക്ർ എത്ര പേര്, നമ്മളൊക്കെ എത്ര തവണ ഇന്ന് മൂത്രമൊഴിച്ചു, ആ മൂത്രമൊഴിച്ചപ്പോൾ എത്ര തവണ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്ന് സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. സ്വന്തം നഫ്സ്, ആരോടും പറയണ്ട. മറ്റൊരാളെ മുമ്പിൽ നല്ല ആളാകാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാം, ചോദിച്ചാൽ പറയും. പക്ഷേ
ഞാൻ പറഞ്ഞോ ഇല്ലേ എന്ന സത്യം എനിക്കറിയാം. ഓരോരുത്തരും വിലയിരുത്തിയാൽ മതി. മൂത്രം പുറത്തു പോകാതെ സ്തംഭനം സംഭവിച്ചാൽ ഒരു ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി പൊക്കിളിന്റെ താഴ്ഭാഗത്തൊരു ദ്വാരമുണ്ടാക്കി കൃത്രിമമായ പൈപ്പിലൂടെ മൂത്രം പുറത്തെടുത്താൽ ആ മൂത്രത്തിന് വേണ്ടി ഇട്ട പൈപ്പ് അതിലൊരു കിറ്റ് കെട്ടിയിട്ട് ഒരു കവർ കെട്ടിയിട്ട് മൂത്രം അതിൽ സ്റ്റോർ ചെയ്യുന്നു. കട്ടിലിന്റെ കാലിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഈ മൂത്രത്തിനെ പൈപ്പിട്ടുകൊണ്ട് ബെഡിൽ കിടക്കുന്ന മനുഷ്യന്റെ സമീപത്ത് ചെന്നിരുന്നാലും അയാൾക്ക് പറയാനുള്ളത് ആ മൂത്രോളജിസ്റ്റിന്റെ ബഹുമാനമാണ്, ആ യൂറോളജിസ്റ്റിന്റെ സ്ഥാനമാനങ്ങളാണ്. തൽക്കാലം അയാളെ മുമ്പിൽ എത്തിപ്പെട്ടത് മഹാഭാഗ്യമായി പോയി. അല്ലെങ്കിൽ ഞാൻ മരിച്ചിരുന്നേനെ. അയാളെ തൽക്കാല സമയത്ത് കൃത്യസമയത്ത് ആ ഡോക്ടറെ മുമ്പിൽ ഞാൻ എത്തിയത് എന്റെ ഭാഗ്യം. അയാൾ എത്ര നല്ല മനുഷ്യൻ എന്ന നന്ദി വാക്ക് ഭൗതിക ലോകത്ത് ഏതെങ്കിലും ഒരു നിമിഷം ഒരു അനുഗ്രഹം ചെയ്തു തന്ന ഡോക്ടറോട് പറയാൻ നമുക്കുണ്ടെങ്കിൽ, അല്ലാഹുവേ എനിക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് എനിക്ക് നന്ദി എന്ന് ഒരു ദിക്ർ ഹബീബായ റസൂലുള്ളാഹി ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ട് അത് പറയാൻ സമയമില്ലെങ്കിൽ ഞാനും നിങ്ങളും എത്ര നന്ദി കെട്ടവരായി അല്ലാഹുവിന്റെ മുമ്പിൽ. ചെയ്തു തന്ന അനുഗ്രഹം മുഴുവനും അല്ലാഹുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു, അതെല്ലാം അനുഭവിച്ചു. പക്ഷേ ആ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നും അനുഭവിക്കുമ്പോൾ തിരിച്ചൊരു നന്ദി വാക്ക് റബ്ബിനോട് പറയാൻ നമ്മൾ തയ്യാറല്ല. അള്ളാഹിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. എന്താ കാരണം? അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. ഒരു നായ യജമാനോട് കാണിക്കുന്ന കൂറ് മനുഷ്യൻ അള്ളാഹുവിനോട് കാണിക്കുന്നില്ല. നമ്മെ സൃഷ്ടിച്ച റബ്ബിനോട് നമ്മൾ കാണിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാളെ വന്നിട്ട് പരിഹാസ രൂപത്തിൽ ചോദിച്ചു, അബൂ യസീദേ, നിന്റെ മുഖത്തുള്ള താടിയിൽ കിടക്കുന്ന ഈ രോമമാണോ നല്ലത്, ഈ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണോ നല്ലത്? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ സംശയം? ആ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണ് എന്റെ മുഖത്തുള്ള താടി രോമത്തേക്കാൾ നല്ലത്. എന്താ കാരണം? ആ പട്ടി യജമാന ഭക്തിയുണ്ട്, ഞാൻ എന്റെ യജമാനന് നന്ദിയില്ലാത്തവനാണ്. ഇത് പറഞ്ഞപ്പോൾ കാര്യം ബോധ്യപ്പെട്ട തന്നെ പരിഹസിക്കുന്ന ശത്രു തന്റെ മുമ്പിൽ വന്ന പരിഹാസ രൂപത്തിൽ ചോദിച്ച മനുഷ്യൻ അബൂ യസീദുൽ ബിസ്താമിയുടെ നെറ്റത്തടത്തിൽ മുത്തം കൊടുത്തുകൊണ്ട് തിരിച്ചുപോയി. അയാളുടെ ഹൃദയത്തിന് തഖ്വ കിട്ടാൻ അത് കാരണമായി. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരു വയൽ വരമ്പിലേക്ക്, ഒരു കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വരമ്പിലൂടെ നടന്നു വരുമ്പോ അബൂ യസീദ് സൽമാനുൽ ഫാരിസ് തങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാൾക്ക് നടന്നു പോകാൻ മാത്രമുള്ള വഴി, അപ്പുറത്തിരുന്ന് ഒരു പട്ടി ഇങ്ങോട്ട് വന്നു. ആ പട്ടിയെ കണ്ട സമയത്ത് സൽമാനുൽ ഫാരിസി വഴിമാറി കൊടുത്തു. ആ പട്ടിക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സ്വഹാബത്ത് ചോദിച്ചു, അല്ല സൽമാനെ, ഒരു പട്ടിക്കാണോ നിങ്ങൾ വഴിമാറി കൊടുക്കുന്നത്? അതെ, പട്ടിക്കാണ് ഞാൻ വഴിമാറി കൊടുക്കുന്നത്. എന്തിനാ വഴിമാറി കൊടുക്കുന്നത്? ബഹുമാനിച്ചിട്ടല്ലേ വഴിമാറി കൊടുക്കുന്നത്? അതേ, ആ പട്ടിക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുത്തിരിക്കുകയാണ്. എന്താ കാരണം? ആ പട്ടി എന്നേക്കാൾ നല്ലവനാകാം. അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞ് പരലോകത്ത് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സ്വർഗത്തിലേക്ക് കടന്നാൽ തിരിഞ്ഞു നിന്നിട്ട് ഈ പട്ടിയോട് ഞാൻ പറയും, എടാ പട്ടി, നിന്നേക്കാൾ നല്ലവൻ ഞാനാണ്. അതല്ല, ആ സിറാത്ത് പാലത്തിൽ നിന്ന് കാൽ വഴുതി താഴോട്ട് വീണുപോയെങ്കിൽ എന്നേക്കാൾ നല്ലവൻ ആ പട്ടിയാണ്. കാരണം ആ പട്ടി യജമാന ഭക്തിയുള്ള ജീവിയാണ്. ഞാനോ യജമാനനോട് നന്ദികേട് കാണിച്ച് നരകത്തിൽ പോകേണ്ടി വന്നവനാണ്. ആ പട്ടി തന്റെ യജമാനനോട് കാണിച്ച കൂറ് ഞാൻ എന്റെ റബ്ബിനോട് കാണിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പട്ടിക്ക് വഴിമാറി കൊടുത്തത്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അല്ല സൽമാനെ, ഒരു പട്ടിക്കാണോ നിങ്ങൾ വഴിമാറി കൊടുക്കുന്നത്? അതെ, പട്ടിക്കാണ് ഞാൻ വഴിമാറി കൊടുക്കുന്നത്.
എന്തിനാ വഴിമാറി കൊടുക്കുന്നത്? ബഹുമാനിച്ചിട്ടല്ലേ വഴിമാറി കൊടുക്കുന്നത്. അതേ ആ പട്ടിക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുത്തിരിക്കുകയാണ്. എന്താ കാരണം? ആ പട്ടി എന്നേക്കാൾ നല്ലവനാകാം. അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞ് പരലോകത്ത് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സ്വർഗത്തിലേക്ക് കടന്നാൽ തിരിഞ്ഞു നിന്നിട്ട് ഈ പട്ടിയോട് ഞാൻ പറയും, എടാ പട്ടി, നിന്നേക്കാൾ നല്ലവൻ ഞാനാണ്. അതല്ല, ആ സിറാത്ത് പാലത്തിൽ നിന്ന് കാൽ വഴുതി താഴോട്ട് വീണുപോയെങ്കിൽ എന്നേക്കാൾ നല്ലവൻ ആ പട്ടിയാണ്. കാരണം ആ പട്ടി യജമാന ഭക്തിയുള്ള ജീവിയാണ്. ഞാനോ യജമാനനോട് നന്ദികേട് കാണിച്ച് നരകത്തിൽ പോകേണ്ടി വന്നവനാണ്. ആ പട്ടി തന്റെ യജമാനനോട് കാണിച്ച കൂറ് ഞാൻ എന്റെ റബ്ബിനോട് കാണിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പട്ടിക്ക് വഴിമാറിക്കൊടുത്തത്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഭൂമിയിലെ അല്ല, ഈ പ്രപഞ്ചത്തിലെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അൽ ആലമു മാ സിവല്ലാഹ്, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ചുള്ള ബാക്കിയെല്ലാം. അൽ ആലമു മാ സിവൽ ബാരി തആല, ലോകം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം. അതാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി മനുഷ്യനാണ്. മനുഷ്യനെ കവച്ചു വെക്കുന്ന ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. മലക്കുകൾ പോലും മനുഷ്യന്റെ താഴെയാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് അനുകൂലമായി, ഗുണപരമായ നിലക്കാണ്. ഭൂമിയിലുള്ളതെല്ലാം, ഇവിടെ ഭൂമി എന്ന് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം, മനുഷ്യൻ സാധാരണ അധിവസിക്കുന്നത് ഭൂമി ആയതുകൊണ്ടാണ് ഖലഖ ലക്കും മാ ഫിൽ അർളി എന്ന് പറഞ്ഞത്, ഭൂമിയിലുള്ളത് എന്ന് പ്രയോഗിച്ചത്. മനുഷ്യൻ സാധാരണ ജീവിക്കുന്നത് ഭൂമിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അതേ സമയത്ത് ലോകത്തുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉസ്താദുമാർ ഓതിക്കൊടുക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറയുമ്പോൾ, അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണോ എന്ന് സംശയം തോന്നിപ്പോവും. ആധുനിക ശാസ്ത്രം വളരുമ്പോൾ അള്ളാഹുവിന്റെ ഈ വാക്ക് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്പത്തിന്റെ വിഷം പോലും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല. 700 കിലോമീറ്റർ ദൂരത്തിരുന്ന് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ലക്ഷ്യം വെച്ച് ഒരു സർപ്പം ഊതിയാൽ, മണാണലി എന്ന് പറയുന്ന സർപ്പം 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എന്നെ ലക്ഷ്യം വെച്ച് ഊതിയാൽ, അതിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കാറ്റ് വരുന്ന വഴിക്ക് പച്ചപിടിച്ചു നിൽക്കുന്ന സർവ്വസസ്യങ്ങളും വൃക്ഷങ്ങളും തൽക്ഷണം കരിഞ്ഞു പോകുമെന്നാണ്. ആ പാമ്പ് എന്നെ തൊടണമെന്നില്ല, കടിക്കണമെന്നില്ല. ഈ സർപ്പത്തിന്റെ വിഷം എടുത്ത് ശുദ്ധീകരിച്ചാൽ ഹൃദയരോഗത്തിന് ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് ബ്രിട്ടനിലെ ഒരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയും ഹാർട്ട് അറ്റാക്കിന് സർപ്പത്തിന്റെ വിഷം ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും ഹോമിയോ പഠിച്ച ഡോക്ടർമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ഹോമിയോ ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന ഗുളിക സർപ്പത്തിന്റെ വിഷം ചേർന്നതാണ്. സർപ്പത്തിന്റെ പേര് വരെ ആ ഗുളികയിൽ ഉണ്ട്. അപ്പൊ അള്ളാഹു സർപ്പത്തെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഗുണത്തിനല്ലേ? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നാമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് ഇറങ്ങി വരും. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് വരും. കായൽപ്പട്ടണത്ത് പോയി നോക്ക്, മീകായിൽ പള്ളി എന്നൊരു പള്ളി കാണാം. അവിടെ ലാഹിൽ മുഹയ്യാറ മീകാല മസ്ജിദഹു വഹൗലഹു ഫുഖഹാഉ സദഖത്തില്ലാഹി.
സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി. കായൽ പട്ടണത്തുകാരനാണെങ്കിലും കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളും. മഹാനുഭാവന്റെ ദർസിൽ ശിഷ്യന്മാർ ഇരിക്കുന്ന കൂട്ടത്തിൽ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇരുന്നു. വെള്ളമില്ലാത്ത വിഷമം പരാതി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വെള്ളം തരാമെന്ന് പറഞ്ഞു പോയി. മഴ പെയ്തു. വെള്ളമില്ലാതെ വിഷമിച്ച ഒരു ലോകത്ത് സുലഭമായ വെള്ളം ലഭിച്ചു. പള്ളിപ്പണി പൂർത്തിയാക്കിയതിന്റെ പേരിൽ ആ പള്ളിക്ക് ഇന്നും പേര് മസ്ജിദ് മീകായിൽ, മീകായിൽ പള്ളിയാണ്. ദർസിൽ വെച്ചൊരൊറ്റ വിളിയാണ്. മീകായിലെ വിളിച്ചപ്പോൾ മീകായിൽ വന്നു. കാരണം എന്താ? മനുഷ്യൻ ഉയർന്നാൽ, മനുഷ്യൻ മനുഷ്യനായാൽ മലക്കുകൾ പോലും മനുഷ്യന്റെ കീഴിൽ ഖിദ്മത്തിന് വരും. മനുഷ്യൻ മനുഷ്യനാവണം. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് നാം വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ, ഒരു വിവരവുമില്ല. ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ട ഞാനും നിങ്ങളും ലോകത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനും ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കും. അതേ ഉച്ചക്ക് നമ്മുടെ വീട്ടില് പശുവും പ്രസവിച്ചു. ആ പശുക്കുട്ടി ഉടനെ തന്നെ ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിലുള്ള ശുദ്ധമായ പാൽ വലിച്ചു കുടിക്കും. ഒരു വെയിലിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ ഒരു മരത്തിന്റെ താഴെ തണല് കാണുന്ന സമയത്ത് എനിക്ക് ആ തണലിൽ ചെന്നാൽ വിശ്രമിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആ തണലും തേടി ആ പശുക്കുട്ടി പോകും. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ആ പശുവിന്റെ നേരെ പിടിച്ചാൽ ആ കല്ല് എന്റെ ശരീരത്തിൽ തട്ടിയാൽ എനിക്ക് വേദനിക്കുമെന്ന് മനസ്സിലാക്കിയ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിൽ പോയി അഭയം പ്രാപിക്കും. അതേ സമയത്ത് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനെ ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് പ്രസവിക്കപ്പെട്ടാൽ എനിക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാൽ എന്റെ ഉമ്മയുടെ മാറിടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെന്ന് മാത്രമല്ല, 2 കൈയിൽ മലർത്തിപ്പിടിച്ച് ഉമ്മ മാറോട് ചേർത്ത് ആ സ്തനങ്ങൾ വായിൽ വെച്ച് പ്രസ് ചെയ്ത് തന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന മുലപ്പാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങുകയല്ലാതെ ഒരു വേള അത് വായിൽ നിന്ന് പുറത്തു പോയാൽ നേരത്തെ ഞാൻ ഇതായിരുന്നു കുടിച്ചത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ കുടിക്കാൻ നമുക്കറിയില്ല. ഉമ്മ ഒരു വിരിപ്പിൽ കിടത്തി അടുക്കളയിലെ ജോലിക്ക് പോയി. ഒരു തുണിക്ക് ഒരു കർച്ചീഫ് വന്ന് നമ്മുടെ മുഖത്ത് വീണു. ആരും കണ്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയല്ലാതെ ഞാൻ എന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇതൊന്നെടുത്ത് നീക്കിക്കളയട്ടെ എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് ആ സമയത്ത് കഴിവുണ്ടായിരുന്നില്ല. ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ മലർന്നു കിടന്ന് കരയുകയല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കമിഴ്ന്നു കിടക്കാൻ തുടങ്ങി. അവൻ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഓടാനും ചാടാനും തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തി പടിപടിയായി ഉയർന്നു. وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ. അല്ലാഹു നമുക്ക് കേൾവി തന്നു. وَجَعَلَ لَكُمُ السَّمْعَ, അല്ലാഹു കേൾവി തന്നു. വൽഅബ്സാറ, കാഴ്ച തന്നു. വൽഅഫ്ഇദത, ഹൃദയം തന്നു. അല്ലാഹു പറഞ്ഞ വഴിക്ക് വഴി കണ്ടോ? ഓഡിയോ, വീഡിയോ, കാർഡിയോ. ലോകത്തിന്റെ സംവിധാനവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഓഡിയോ ആണ്. ടേപ്പ് റിക്കാർഡിൽ വയല് കേട്ടവരാണ് നമ്മൾ. പിന്നെ അത് ടിവിയിൽ ആയി മാറി. ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞ തർത്തീബ് മറ്റൊരു സ്ഥലത്ത് തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട്. വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ. വസ്സാരിഖു, മോഷ്ടിച്ച പുരുഷൻ. വസ്സാരിഖതു, മോഷ്ടിച്ച സ്ത്രീ.
ആദ്യം പുരുഷനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പറഞ്ഞു. അസ്സാനിയതു വസ്സാനി, വ്യഭിചാരിയായ പെണ്ണ്, വസ്സാനി, വ്യഭിചരിച്ച പുരുഷൻ. ആദ്യം പെണ്ണിനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പറഞ്ഞു, പുരുഷനെ പറഞ്ഞു. മോഷ്ടിച്ചെടുത്ത് ആദ്യം സ്ത്രീയെ പുരുഷനെ പറഞ്ഞു, പിന്നെ പെണ്ണിനെ പറഞ്ഞു. വ്യഭിചാരത്തിന്റെ അവിടെ ആദ്യം പെണ്ണിനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പുരുഷനെ പറഞ്ഞു. വഴിക്ക് വഴി അള്ളാഹു തെറ്റിച്ചു. പലതും പല സ്ഥലത്തും അള്ളാഹു ഈ ക്രമം തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതിലൊക്കെ ചില കാര്യങ്ങളുമുണ്ട്. അതേ സമയത്ത് ഈ ആശയം വരുന്ന ആയത്ത് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വേറൊരായത്താണ് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. വേറൊരായത്താണ്, പക്ഷേ ക്രമം തെറ്റിച്ചിട്ടില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ആദ്യം അല്ലാഹു നമുക്ക് കേൾവി തന്നു, പിന്നീട് അല്ലാഹു കാഴ്ച തന്നു. ഏതൊരു കുഞ്ഞിനെയും പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആ കുട്ടിക്ക് കാഴ്ച ഇല്ലെന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. കേൾവിയുണ്ട്. അതാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെകിട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തായത്. ആ കുട്ടി പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ കേൾവി ശക്തിയുണ്ട്. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ തല പുറത്തു വന്നാൽ ആ കുട്ടി അല്ലാഹ് എന്ന ശബ്ദം കേൾക്കാൻ പ്രാപ്തനാണ്. മലർന്നു കിടന്ന് കളിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് വിരല് കൊണ്ട് കുത്താൻ ചെന്നാൽ, നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ വിരല് കൊണ്ട് കുത്താൻ വന്നാൽ കണ്ണടച്ചു പോകും, കണ്ണ് തിരിച്ചു കളയും. ഒരു കൊച്ചു കുഞ്ഞ് മലർന്നു കിടന്ന് ചിരിക്കുന്നു, കളിക്കുന്നു. ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് കുത്താൻ ചെന്നാൽ അത് അവിടെ തന്നെ കിടക്കും, ആ കുഞ്ഞത് കാണുന്നില്ല. അപ്പോൾ അല്ലാഹു ആദ്യം കേൾവി കൊടുത്തു, പിന്നീട് വൽ അബ്സാറ കാഴ്ച തന്നു, പിന്നീട് കാർഡിയോ പുരോഗതി അല്ലാഹു തന്നു. ഇങ്ങനെ പടിപടിയായി അല്ലാഹു തന്നത്. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തതെന്നറിയുമോ? ലഅല്ലകും തശ്കുറൂൻ. മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി ഞാനാണ്, എന്നെ കവച്ചു വെക്കുന്ന ഒരു സൃഷ്ടിയില്ലെന്ന് മനുഷ്യൻ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. മൃഗങ്ങൾ അഹങ്കരിക്കില്ല, മൃഗങ്ങൾക്ക് അഹങ്കാരമില്ല. പ്രസവ സമയത്ത് തന്നെ ഈ കഴിവുകൾ കൊടുത്താലും ആ മൃഗങ്ങൾക്ക് അഹങ്കാരം വരുന്നില്ല എന്നതുകൊണ്ടാണ് പ്രസവ സമയത്ത് തന്നെ മൃഗങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തത്. മനുഷ്യന് കൊടുക്കാതിരുന്നത്. മനുഷ്യൻ അഹങ്കാര ജീവിയാണ്, അഹങ്കരിക്കും. ചന്ദ്രഗോളത്തിൽ ചെന്ന് മനുഷ്യൻ കാലുകുത്തി, അപ്പോളോ 11 വിജയിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോ അമേരിക്കയുടെ നാസ, ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, പ്രപഞ്ചത്തെ ഞങ്ങൾ കീഴടക്കി. അഹങ്കാരമല്ലേ? 11ാമത്തെ അപ്പോളോ വിജയിച്ചു. 13ാമത്തെ അപ്പോളോ തിരിച്ചു വന്നപ്പോ അന്തരീക്ഷത്തിൽ കിടന്ന് 6 പേര് ഓക്സിജൻ ലീക്ക് ചെയ്ത് ചാകാൻ പോവാ. അമേരിക്കയുടെ നാസ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യ സ്നേഹികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ 6 സുഹൃത്തുക്കൾ അന്തരീക്ഷത്തിൽ കിടന്ന് ഓക്സിജൻ ലീക്ക് ചെയ്ത് ചാകാൻ പോവാണ്. മനുഷ്യ സ്നേഹികളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അഹങ്കരിക്കും മനുഷ്യൻ. ചന്ദ്രഗോളത്തിലെത്തിയപ്പോഴേക്ക് പ്രപഞ്ചം കീഴടക്കി. അള്ളാഹു പറഞ്ഞു, അഹങ്കരിക്കാനല്ല ഇത് തന്നത്, പിന്നെന്തിനാണ്? ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു കണ്ണ് തന്നത്, അല്ലാഹു കാത് തന്നത്, നാവ് തന്നത്, കൈ തന്നത്, കാല് തന്നത്, എല്ലാം തന്നത്, ഹൃദയം തന്നത് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. മരണം വരെ ഇരുന്ന് എണ്ണിയാലും, അല്ലാഹു നമുക്ക് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിത്തന്ന് എണ്ണിയാലും, റബ്ബ് നമ്മുടെ ശരീരത്തിൽ മാത്രം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. വിശദീകരിക്കണ്ട, എണ്ണി പറഞ്ഞാൽ മതി, കഴിയില്ല.
അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ എന്തിനാണ്? അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മൾ അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നാം ചെയ്യുന്നത് അള്ളാഹുവിനോട് നന്ദികേടല്ലേ എന്ന് ചിന്തിക്കാൻ ഒരു ഉദാഹരണം നോക്കും. ഭൗതിക ലോകത്താണ് ഒരാൾ ഉപകാരം ചെയ്തതെങ്കിൽ അതിന് നമ്മൾ എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കും. മകന് ഗവൺമെന്റിൽ ഒരു ജോലി വാങ്ങി തന്നാൽ ആ രാഷ്ട്രീയ നേതാവിനോട് നമുക്ക് എത്ര സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. ഒരു രോഗത്തിന് ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് നമുക്കില്ല.